സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഗവി സഫാരി മുടങ്ങിയിട്ട് 2 വർഷത്തോളമാകുന്നു. വനം വകുപ്പിന് വലിയ വരുമാനം നൽകിയിരുന്ന കോന്നിയിൽ നിന്നുള്ള സഫാരി പാക്കേജാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നിലച്ചിരിക്കുന്നത്. ഇതോടെ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ സഫാരി വാഹനങ്ങൾ കോന്നി ആനത്താവളത്തിൽ വെയിലും മഴയും ഏറ്റ് നശിക്കുകയാണ്. ഗവി പാക്കേജ് വീണ്ടും ആരംഭിച്ചാൽ വനം വകുപ്പിന് സാമ്പത്തിക ലാഭവും ഒപ്പം വിനോദസഞ്ചാരികൾക്ക് അത് വലിയൊരു ആശ്വാസവുമാകും. കോന്നി ആനത്താവളത്തിൽ നിന്ന് ആരംഭിച്ച് അടവി, ഗവി, പീരുമേട്, പാഞ്ചാലിമേട് വഴി നടത്തിയിരുന്ന സഫാരി സഞ്ചാരികൾക്ക് വലിയ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻപ് ഏറെ ജനപ്രിയമായിരുന്നു വനം വകുപ്പിന്റെ ഗവി ടൂർ പാക്കേജ്. പാക്കേജിനായി പ്രത്യേകമായി അനുവദിച്ച 20 സീറ്റുകളുള്ള വനം വകുപ്പിന്റെ വാഹനങ്ങൾ ഇപ്പോൾ കോന്നി ആനത്താവളത്തിൽ മഴയും വെയിലുമേറ്റ് നശിക്കുകയാണ്. ഏതാണ്ട് 85 കിലോമീറ്ററോളം തിക്ക് ഫോറസ്റ്റിൽ യാത്രയാണ്. നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത വനത്തിക്കൂടുള്ള യാത്ര. വരുന്നവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയായിരുന്നു. അതിന് പുല്ലുമേടുകൾ, നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിക്കും മരങ്ങൾ, ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു യാത്ര നിലച്ചിട്ട് 1.5 വർഷത്തോളമായി. സാമ്പത്തികമായി വനം വകുപ്പിന് ഏറെ ലാഭം നൽകിയിരുന്ന പാക്കേജ് കൂടിയായിരുന്നു ഇത്. 2200 രൂപയാണ് പാക്കേജിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിലെ പ്രഭാത ഭക്ഷണം, വനത്തിൽ വെച്ച് സ്നാക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ച്, അതുപോലെ 4 മണിക്കത്തെ ഒരു ടീ സ്നാക്സും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് 100 രൂപ ക്രമത്തിൽ ലൈറ്റ് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. നിലവിൽ KSRTC ബസ്സുകളിൽ എത്തുന്ന മുഴുവൻ സഞ്ചാരികളെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ബസ്സിൽ ടിക്കറ്റ് ലഭിക്കാതെ നിരവധി സഞ്ചാരികളാണ് ദിവസവും മടങ്ങുന്നത്. അതിൽ ഞങ്ങൾ 4 ഡ്രൈവർമാരായിരുന്നു. പ്രത്യേകം പരിശീലനം കിട്ടിയ ഡ്രൈവർമാരും ഗൈഡുമാർ ആണ് ഇതിലെ ഓടിക്കൊണ്ടിരുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണം. ഇതിൽ 4 ഡ്രൈവർമാരാണ് നിലവിലുള്ളത്. അവരേതാണ്ട് 1.5 വർഷക്കാലമായിട്ട് അവർക്ക് ജോലിയില്ലാത്തൊരവസ്ഥയാണ്. ഇതിനു പുറമെ അടവിയിൽ സഞ്ചാരികൾക്കായി നിർമ്മിച്ച എക്കോ ഫ്രണ്ട്ലി ഹട്ടുകളും മാസങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ നടക്കുകയാണെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണമെങ്കിലും എന്ന് തുറന്നു കൊടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. KSRTC ബസ്സുകളിലെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വനം വകുപ്പ് മുൻപ് നടത്തിയിരുന്ന സഫാരി പാക്കേജ് പുനരാരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. വരുമാന വർധനവിനൊപ്പം ടൂറിസം മേഖലയ്ക്കും ഉണർവേകുന്ന ഈ പദ്ധതി എന്ന് പുനരാരംഭിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ വനം വകുപ്പ് അധികൃതർക്ക് കഴിയുന്നുമില്ല. അമൃത ന്യൂസ്, പത്തനംതിട്ട.